ഹായ് ചോൾ അസ്സാം വലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി റെഡി ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സെമി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. മിക്കവാറും നമ്മൾ ഇതിലേക്ക് പാല് നെയ്യ് ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് സെമി പായസം കുടിക്കാത്തത്. ബട്ട് ഈ ഒരു പായസത്തിൽ നമ്മൾ പാല് നെയ്യ് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. പാല് നെയ്യ് ഇഷ്ടമല്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ അറിയിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമ്മുടെ പായസത്തിന് ആവശ്യമുള്ള സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിന്ന് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കുറച്ച് നേരമാണ് ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് റോസ്റ്റ് ചെയ്ത് സേമിയ ആയതുകൊണ്ടാണ്. നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്തതാണുള്ളത് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ നേരം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ നല്ലപോലെ അങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുൻപ് ഞാൻ നമ്മുടെ ഒരു ജവ്വരി കുറച്ചൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ അത് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മളിപ്പോൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ കോക്കനട്ട് മിൽക്കിലെ 2ാം പാലുണ്ടല്ലോ, അതാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്തൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതോടെ നല്ലപോലെ തിളച്ചും വന്നിട്ടുണ്ട്. അതേസമയം നമ്മുടെ ഈ ഒരു സേമിയും ജവരിയും നല്ലപോലെ അങ്ങ് വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മധുരമാണ്. അപ്പോൾ ആ മധുരത്തിനനുസരിച്ച് ബെല്ലം പാവകച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബെല്ലം ചേർത്ത് കൊടുക്കുന്നത് തന്നെ ഷുഗർ ഉള്ളവർക്ക് നമുക്കത് കഴിക്കാൻ പറ്റും. നമ്മുടെ സേമിയ പായസം, ഈ ഒരു സേമിയ പായസം ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ടാണ് കേട്ടോ ബെല്ലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ ഏലക്ക പൊടിച്ചതാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏലക്ക പൊടിച്ച് ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഏലക്കപ്പൊടി സ്കിപ്പ് ചെയ്യുക, എങ്കിലും ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുക. എന്നിട്ട് ആ ഒരു പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ 1ാം പാലാണ്. നമ്മുടെ കോക്കനട്ട് മിൽക്കിലെ 1ാം പാലാണ്. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി അങ്ങ് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പായസം ഇവിടെ, നമ്മുടെ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാലോ നെയ്യോ ഒന്നും ചേർക്കാതെ, പഞ്ചസാര ഒന്നും ചേർക്കാതെ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ എല്ലാവരും തിരിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓണം സ്പെഷ്യലായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.